നഗ്നതാ പ്രദർശനവും തെറിവിളിയും വിവാദമായതിനു പിന്നാലെ പ്രതികരണവുമായി നടൻ വിനായകൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ ചെയ്തതിന് മാപ്പ് പറഞ്ഞത്. തനിക്ക് വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലും പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിനായകൻ ഏറ്റുപറഞ്ഞു. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ എന്ന് സോഷ്യൽ മീഡിയയിൽ നടൻ കുറിച്ചു. തൻ്റെ ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ വന്ന് വസ്ത്രമഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് നടനെതിരെ ഉയർന്ന ആരോപണം. സോഷ്യൽ മീഡിയയിൽ നടൻ്റെ നഗ്നതാ പ്രദർശനത്തിൻ്റെ ചിത്രങ്ങൾ വൈറലായി മാറുകയുണ്ടായി. നിരവധി പേരാണ് ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വിനായകനെതിരെ രംഗത്തെത്തിയിരുന്നത്. പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് വിനായകനും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. താരത്തിൻ്റെ ഫ്ളാറ്റിൽ വച്ചാണ് സംഭവം നടന്നത്. അയൽവാസികളുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ് താരം അസഭ്യം പറയുകയും ഉടുതുണിയഴിച്ച് നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത്. എന്നാൽ സംഭവം വലിയ വിമർശനമാണ് നേടിയത്. മലയാള സിനിമയിലെ ജനപ്രിയ നടന്മാരിൽ ഒരാളാണ് വിനായകൻ. ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിലേക്കുള്ള വിനായകൻ്റെ വളർച്ച വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെതുമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും പ്രചോദനമായിരുന്നു വിനായകൻ. രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടത്തിലൂടെയാണ് വിനായകൻ മികച്ച നടനുള്ള പുരസ്കാരം നേടുന്നതും നായകനിലേക്ക് എത്തുന്നതും. തെക്ക് വടക്കാണ് വിനായകൻ്റേതായി പോയ വർഷം പുറത്തിറങ്ങിയ മലയാള സിനിമ. നേരത്തെ ജയിലറിലെ വില്ലൻ വേഷത്തിലൂടെ തമിഴിലും കയ്യടി നേടിയിരുന്നു. കരുത്തണ്ടൻ ഉൾപ്പെടെയുള്ള സിനിമകൾ വിനായകൻ്റേതായി അണിയറയിലുണ്ട്.